പത്തനംതിട്ട കോയിപ്പുറം ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് കാന്താരിമണ്ണിലാണ് ജയേഷിന്റെയും രശ്മിയുടെയും വീട് സ്ഥിതി ചെയ്യുന്നത്. ആ വീട്ടിലേക്കുള്ള വഴി എന്നുള്ളത് ഒരു ഒറ്റയടി പാതയാണ്. പാതയെന്നൊന്നും പറയാൻ കഴിയില്ല. ഒരു പാറയുടെ മുകളിൽ കൂടിയൊക്കെ വേണം കടന്നു പോകാൻ. ഈ കാണുന്നതാണ് ജയേഷിന്റെയും രശ്മിയുടെയും വീട്. ആ വീട്ടിൽ വെച്ചാണ് 2 യുവാക്കൾക്ക് ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏറ്റത്. ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത് ആഭിചാരക്രിയയുടെ ഭാഗമായി യുവാക്കളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും അതിനുശേഷം ജയേഷും രശ്മിയും ഈ യുവാക്കളെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ള അങ്ങനെ ഒരു സംശയമാണ് പോലീസിനുള്ളത്. പോലീസ് ഇപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇതൊരു ഒറ്റപ്പെട്ട ഭാഗത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീട് നമുക്ക് കാണാൻ സാധിക്കും, ഒരു ചെറിയ വീടാണ്. 2-3 മുറികൾ മാത്രമുള്ള ഒരു ചെറിയ വീട്. വീടിൻ്റെ എതിർവശം എന്നുള്ളത് ഒരു വലിയ റബ്ബർ തോട്ടമാണ്. അയൽപ്പക്കത്ത് ഏറ്റവും അടുത്ത് ഒരു വീടുണ്ട്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈ ഭാഗം ഒറ്റപ്പെട്ടതാണ് എന്ന് തന്നെ പറയാം. ഈ ഭാഗത്ത്, അതായത് ഇവിടെ 1, 2, 3 അടുക്കള ഉൾപ്പെടെ 3 മുറികൾ മാത്രമാണുള്ളത്. ഈ വീട്ടിൽ വെച്ചാണ് 2 യുവാക്കൾക്ക് ക്രൂരമർദ്ദനമേറ്റത്. അത് കട്ടിലിൽ ഷാൾ ഉപയോഗിച്ച് കെട്ടിയിടുകയും അതിനുശേഷം കമ്പി വടി കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയും പിന്നീട് ജനേന്ദ്രിയത്തിൽ സ്റ്റാർ പ്ലെയർ പിൻ ചെയ്യുകയും ഒക്കെ ചെയ്തത് ഈ വീടിനകത്ത് വെച്ച് തന്നെയാണ്. വീടിൻ്റെ ആവശ്യമെല്ലാം ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ്. നമുക്ക് ഇത് അടുക്കളയാണ്, എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥ. അതിനുശേഷം ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ 2 മുറികളുണ്ട്. അവിടെയും സാധന സാമഗ്രികളെല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. പ്രദേശവാസികൾ പറയുന്നത് അവർക്ക് ഈ ജയേഷുമായും രശ്മിയുമായും അടുത്ത ബന്ധം ഇല്ല എന്നുള്ളതാണ്. ഈ ജയേഷും രശ്മിയും ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്ന ആളുകളാണ്. അവർക്ക് അയൽപ്പക്കക്കാരുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അവർക്ക് ശരിക്കും നിങ്ങളുമായിട്ട് യാതൊരു അടുപ്പവും ഇല്ല, യാതൊരു അടുപ്പവും ഇല്ലാത്ത ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഇവരിപ്പോൾ ഇങ്ങനെ ഇതിലെ വീടിൻ്റെ അതിലെ കൂടെ പോകുമ്പം കാണും, അങ്ങനെയുള്ള പരിചയങ്ങളേ ഉള്ളൂ. അല്ലാതെ ഇവരുമായിട്ട് യാതൊരു അടുപ്പവും ഇല്ല. പിന്നെ സ്കൂളിൽ പോകുമ്പം കാണും, സഹകരിക്കും, അങ്ങനെയൊക്കെയുള്ളത്. ജയേഷും രശ്മിയും 2 കുട്ടികളുമാണ് ഇവിടെ കഴിഞ്ഞിരുന്നത്. അങ്ങനെ 4 പേരാണ് ഈ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. ഇവിടെ ആഭിചാരക്രിയയുടെ ഭാഗമായിട്ട് ആരെങ്കിലും ഇവിടെ വരാറുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ നേരത്തെ? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ സംശയം തരാം. ഞങ്ങൾ അങ്ങ് താഴെ താമസിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിട്ടില്ല. അപരിചിതർ ആരെങ്കിലും ഈ വീട്ടിലേക്ക് വരാറുണ്ടോ? അപരിചിതർ ആരെങ്കിലും ഇവിടേക്ക് വരാറുണ്ടോ? ഇല്ല സാറേ, അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ കാണുന്നില്ലല്ലോ. കാരണം അങ്ങനെ ഇതിലെ എല്ലാം ഞങ്ങളെല്ലാവരും ഇങ്ങനെ നേരെയുള്ള വഴിയാണ് നമുക്കറിയുന്നത്. ഇവർക്ക് കുറുക്ക് വഴി ഉണ്ടോ എന്ന് അങ്ങനെ ഉള്ളതൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ വിളിക്കുവാണെങ്കിൽ എവിടെ പോയതാലും ഇന്നടം വരെ പോയി, അത്ര മാത്രം പറയാൻ നോക്കത്തില്ല, നേരെ ഇഞ്ഞു പോയി. ഈ തിരുവോണത്തിന്റെ അന്നാണ് ഇവിടെ യുവാവിന് ക്രൂരമർദ്ദനം ഏറ്റെന്ന് പറഞ്ഞത്. അന്ന് ഇവിടേക്ക് വേറെ ആരെങ്കിലും പുറത്തുനിന്ന് വന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഒന്നുമില്ല. അന്ന് തിരുവനന്തപുരം ഞങ്ങൾ വിടില്ല, ഞങ്ങൾ ഞങ്ങളുടെ മോട്ടറമ്പിലായിരുന്നു. അതുകൊണ്ടൊന്നും അറിയത്തില്ല, അന്നത്തെ സംഭവം ഒന്നും അറിയത്തില്ല. രശ്മി എങ്ങനെയാണ് ഇവിടെയുള്ള മറ്റ് സ്ത്രീകളുമായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു? ഇല്ല, ആരോട്ടൊരു സഹകരണമില്ല. കണ്ട അങ്ങോട്ടെല്ലാം ചോദിച്ചാൽ തിരിച്ച് മറുപടി പറയും, അല്ലാതെ ഒരു സഹകരണവും ഇല്ല. രാവിലെ പിള്ളേരെ കൊണ്ടുവിടാൻ സ്കൂളിലോട്ട് പോകുന്ന കാണാം, അല്ലാതെ ഒരു ഇതുമില്ല. ഇവർക്ക് അയൽപ്പക്കക്കാരും പറയുന്നത് രശ്മിക്കും ഈ ജയേഷിനും അയൽപ്പക്കക്കാരുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിൽ തന്നെയായിരുന്നു. ജയേഷിന്റെ അമ്മ ചെയ്ത അന്നത്തെ കാലത്ത് അപ്പൊ ആ ചായ ഈ മകന് കിട്ടിയിരിക്കാം, അതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാ ഞാൻ പറഞ്ഞു തന്നെ. അതൊന്നും നമുക്ക് സംശയമില്ല. നമ്മളിവിടെ ഈ വീടുമായിട്ട് ഈ അയൽവക്കക്കാരും ബന്ധപ്പെടുന്നില്ലല്ലോ. നമുക്ക് സംശയം എന്ന് പറഞ്ഞാൽ ഇവളൊരു ഭക്തയായിരുന്നു. നല്ല രീതിയിൽ ഞങ്ങളുടെ കൂടെ സഹകരിക്കുകയും ഇവരുടെ അമ്മ ഞങ്ങളുടെ കൂടെ പളനിക്ക് വരികയും എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള അറിവേ ഉള്ളൂ. അപ്പോൾ ഈ ഞങ്ങളുടെ മരുമോനെ പിടിച്ചിങ്ങനെ കിടത്തി ഇവളിങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കൂടുതൽ ബലമായി ഇവര് ഇങ്ങനെയുള്ള ആൾക്കാരാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എഴുന്നേക്കടാന്ന് പറഞ്ഞു മരുമോനോട്. അവൻ പെട്ടെന്ന് ചാടി എണീറ്റു. അമ്മ ഞാൻ പിന്നെ എനിക്ക് ഇന്നലെ തൊട്ട് ഇങ്ങനെ ഉറക്കത്തിൽ ഞാൻ ഞെട്ടി എണീക്കുക, അതുകൊണ്ടാണ് ഞാൻ ഇവരോട് ഇങ്ങനെ ചോദിച്ചത്. അപ്പം അവർ പറഞ്ഞത് മാറ്റിത്തരാം, എന്നിട്ട് ചരട് ജപിച്ച് കെട്ടിത്തരാം എന്നൊക്കെ പറഞ്ഞു എന്ന് എൻ്റെ മരുമകൻ എന്നോട് പറഞ്ഞു. ഈ ആഭിചാരക്രിയയുടെ ഭാഗമായിട്ട് മർദ്ദനം ഏറ്റിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അയൽപ്പക്കക്കാർക്ക് എന്തെങ്കിലും സംശയമുണ്ട് ഇവിടെ ആഭിചാരക്രിയകൾ നടന്നു എന്ന്? ഇപ്പം നടക്കുന്നുണ്ടോ നടന്നില്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. നേരത്തെ നടന്നിട്ടുണ്ടോ? നടന്ന ഇവരുടെ അമ്മ ഉള്ളപ്പോ ഞങ്ങളുടെ മരുമോനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അന്ന് എന്താണ് ചെയ്തത്? അവനെ ഇങ്ങനെ കിടത്തിയിട്ട് പിന്നെ ഇങ്ങനെ മുഖത്തോ ഇങ്ങനെ താപ്പോട്ട് തടവുകയും ഒക്കെ ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ അവിടെ സ്ഥലത്തില്ലായിരുന്നു. ഉപദ്രവിച്ചിരുന്നോ? ഇല്ല. ഞങ്ങളുടെ വീട്ടിൽ വച്ചിട്ടാ, ഞങ്ങളുടെ താഴെ വീട്ടിൽ ജയേഷിന്റെ അമ്മ. അപ്പോൾ ജയേഷിന്റെ അമ്മയും ഞാനും ഒക്കെ കൂട്ടുകാരായിരുന്നു.
ഞങ്ങൾ ഒരുമിച്ച് പളനിക്കൊക്കെ പോകും. അവൾ വളരെ ഭക്തയായിരുന്നു. ആ ഒരു രീതിയിലായിരിക്കും എന്നാ നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ അവർ ചെയ്തത് ഇങ്ങനത്തെ ഒരു പ്രവൃത്തിയായിരുന്നു. എന്ത് പറഞ്ഞാണ് അവരങ്ങനെ ചെയ്തത്? അവന് പ്രേതം കൂടിയിരിക്കുന്നു, ഇവക്ക് പ്രേതം ഒഴിപ്പിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ ചെയ്തേ. ജയേഷിൻ്റെ അമ്മ. അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി ഇവനെ അവരുടെ കയ്യിൽ നിന്ന് നിങ്ങളാരും ബാധ ഒഴിപ്പിക്കേണ്ട, അവന് ബാധ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒഴിപ്പിച്ചോളാം പറഞ്ഞ് മാറ്റി വിടുകയും ചെയ്തു. ജയേഷിനും ആ സ്വഭാവം ഉണ്ടോ? അമ്മയുടെ ആയിരിക്കാമല്ലോ, അമ്മയുടെ സ്വഭാവം കിട്ടിയതായിരിക്കുമല്ലോ അവൻ ഇതൊക്കെ കാണിച്ചത്. അമ്മയുടെ സ്വഭാവം അവന് കിട്ടിയത് കൊണ്ടാണ് അവൻ ഈ അന്ധകർമ്മം ചെയ്തത്. ഇല്ലെങ്കിൽ ചെയ്യൂ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഈ സ്റ്റാപ്ലെയർ അടിച്ചു കയറ്റാനും മാന്തി വിടാനും അടിക്കാനും കമ്പി അടിക്കാനും നിങ്ങളെ കൊണ്ട് പറ്റൂ? പറ്റുകയല്ല. എന്നെ കൊണ്ട് പറ്റൂ? പറ്റത്തില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും ഉള്ളത് കൊണ്ടാണ് അവനത് ചെയ്തത്. നാട്ടുകാരിപ്പോൾ അങ്ങനെയാണ് സംശയിക്കുന്നത്. ജയേഷിന്റെ അമ്മ ആഭിചാര ക്രിയകൾ, പ്രേതബാധ ഒഴിക്കൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ സമീപിച്ചിരുന്നു. ഇപ്പോൾ സംസാരിച്ച അമ്മയുടെ ബന്ധുവിന്റെ അടുത്തേക്കും അങ്ങനെ ജയേഷിന്റെ അമ്മ ചെന്നിരുന്നു. അപ്പോൾ മകനും ആ ഒരു സ്വഭാവം കാണുമോ എന്ന് ഇപ്പോൾ അയൽപ്പക്കത്തുള്ള ആളുകൾ സംശയിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് യുവാക്കളെ ക്രൂരമായിട്ടുള്ള രീതിയിൽ മർദ്ദിച്ചത് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ സംശയിക്കുന്നത്. ഏതായാലും പോലീസ് ഇപ്പോൾ ഇക്കാര്യത്തിൽ അന്വേഷണത്തിലേക്ക് പോയിട്ടുണ്ട്. പ്രതികൾ കസ്റ്റഡിയിലുണ്ട്. അവരെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ക്രൂര മർദ്ദനത്തിന് പുറകിലെ കാര്യം എന്നുള്ളത് പോലീസ് കണ്ടെത്തും എന്ന് തന്നെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അറിയിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.